അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വിശ്വാസികളായ ആളുകൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു മാസം നമ്മിലേക്ക് സമാഗതമാകുകയാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ പേര് തന്നെ ഒന്നാമത്തെ വസന്തം എന്നാണ്. അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ നാം എല്ലാവരും മാലകളും മൗലിദുകളും അതുപോലെ തന്നെ സ്വലാത്തുകളും നബിദിന മജ്ലിസുകളും ഇങ്ങനെ പലവിധ പ്രോഗ്രാമുകളും സംഘടിപ്പിച്ചുകൊണ്ട് പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ എല്ലാവരും വെമ്പൽ കൊള്ളുന്ന സമയം. എന്താണ് ഹബീബിനോടുള്ള സ്നേഹം? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന. മൻ അഹബ്ബ സുന്നത്തി, എൻ്റെ ചര്യ ആരെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടായാൽ, ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയും വേണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്ന ആരാണോ ഉള്ളത്, അവനെക്കുറിച്ചാണ് പറയുന്നത് മൻ അഹബ്ബ സുന്നത്തി. എൻ്റെ സുന്നത്തിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനായി. ഇപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള സ്നേഹത്തിൻ്റെ ആദ്യത്തെ പ്രകടനം, ബാഹ്യമായ പ്രകടനം വരേണ്ടത് നമ്മുടെ ജീവിതചര്യകളിലൂടെയാണ്. നാം ജീവിക്കുന്ന സാഹചര്യം എന്തായാലും ഹബീബിൻ്റെ സുന്നത്തുകൾ മുറുകെ പിടിക്കാൻ, സാഹചര്യങ്ങൾ എത്ര തന്നെ സമ്മർദ്ദത്തിലാക്കുന്നുവെങ്കിലും നമ്മുടെ ചര്യ വിട്ടുകളിക്കാൻ തയ്യാറാകാതിരിക്കുക. അങ്ങനെയാകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഹബീബിനോട് സ്നേഹമുണ്ടാകുന്നത്. ആ രൂപത്തിൽ സ്നേഹിച്ചാൽ വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, എന്നെ ഒരാൾ സ്നേഹിച്ചാൽ അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണാം, മൻ തമസ്സക ബി സുന്നതി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅതി ഷഹീദ്. ആരെങ്കിലും ഒരാൾ ഉമ്മത്ത് ഫസാദാകുന്ന കാലത്ത് എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചാൽ ഫലഹു അജ്റു മിഅതി ഷഹീദ്, അവന് 100 രക്തസാക്ഷിയുടെ പുണ്യമുണ്ട്. അതായത് ഇന്നത്തെ കാലം നമുക്ക് സത്യത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ചര്യ അനുസരിച്ച് ജീവിക്കാൻ പ്രയാസം നേരിടുന്ന കാലം. പലരും സലാം പറയുക എന്നത് ഒരു വല്ലാത്ത പുണ്യമുള്ള സുന്നത്താ. ആ സുന്നത്ത് കൊണ്ട് നടക്കാൻ മടിയുള്ള കാലം ആളുകൾക്ക്. ഇങ്ങനെ സുന്നത്തായ പല കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ചര്യ മുറുകെ പിടിക്കാൻ പ്രയാസമുള്ള കാലമാണ് ഈ കാലത്തെക്കുറിച്ച് ഹബീബ് പറഞ്ഞത്. ആ സമയത്ത് എൻ്റെ ചര്യയെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് അവന് 100 രക്തസാക്ഷികളുടെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവത്യാഗം ചെയ്ത രക്തസാക്ഷി